നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണ്ട് നീ ഇതുപോലൊരു സന്തോഷം എനിക്കും തന്നിരുന്നു. അത് അധികം നാളും നീണ്ടു നിന്നില്ല. അന്ന് എന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ നീ എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എനിക്കൊരു വാക്ക് തന്നത് നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പകരം ചോദിക്കുന്ന അന്ന് നീ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നീ എന്നെ മോഹിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ ആഗ്രഹിച്ച നീ അവക്ക് കൊടുത്തു. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ ധനുഷല്ല ഞാനിപ്പോ. അന്ന് എനിക്ക് ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ബന്ധങ്ങളുടെ വില എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹമുള്ളൊരു ഭാര്യ, അച്ഛൻ, ഏട്ടന്മാർ, ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് പേരെന്റെ ചുറ്റിലുമുണ്ട്. ഇതൊക്കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ. അങ്ങനെ എന്റെ നെഞ്ചി തീ കോരിയിട്ടിട്ട് നീ സന്തോഷിക്കണ്ട. ഇപ്പൊ നീ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം എന്റെ ദയാ, എന്റെ ദാനോ. അത് നീ മറക്കരുത്. എന്റെ ലൈഫിൽ ഉണ്ടാവാത്ത ഒരു സന്തോഷവും നിന്റെ ലൈഫിൽ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ ഇപ്പൊ ഒരു വാക്ക് തരണം. എന്തു വാക്ക്? ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. സ്നേഹയുടെ വയറ്റി വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ വാക്ക് നീ പാലിക്കാൻ വേണം. നീ ഇത് പറയുന്ന എനിക്കറിയായിരുന്നു. പറയുക മാത്രമല്ല, നീ ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്കറിയാതെ. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴൊന്നും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നീ എന്നെ പരിഹസിക്കാണോ? നീ ഇപ്പൊ പറഞ്ഞ നെറുകേടിന്റെ ആഴം എത്ര വലുതാണെന്ന് നിനക്കറിയോ? ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷത്തിന്റെ അടിവേരി അറക്കുന്ന കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞത്. നീ കൊല്ലാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനെയാ. നിന്റെ കുഞ്ഞ് എന്നു മുതലാ നിനക്ക് നിന്റേതെന്നൊക്കെ പറയാനുള്ളത് ഉണ്ടായി തുടങ്ങിയത്? സ്നേഹ നീ വിവാഹം കഴിച്ചത് പോലും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ നീ എന്നെ വിശ്വസിപ്പിച്ചത്. എന്നിട്ട് എന്റെ ശത്രുവിന്റെ സഹായത്തോടെ നീ ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു, എന്നെ തോൽപ്പിച്ചു. ഇപ്പോ നിന്റെ ഭാര്യ ഗർഭിണിയായി. സന്തോഷം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ എത്തിയെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ഈ സന്തോഷത്തിന്റെ എല്ലാ ഉയരങ്ങളിൽ നിന്നും ഒരു ദിവസം നീ താഴെ വീഴും. വീഴ്ത്തും ഞാൻ. എന്നോടുള്ള പക നിന്റെ മനസ്സിൽ തിളച്ചു മറിയാണെന്ന് എനിക്കറിയാം. അതിന്റെ ചൂട് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ നിനക്ക് ഇല്ലാതാക്കണം. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ആ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പഴയ ധനുഷല്ല ഇപ്പൊ ഞാൻ. പഴയതൊന്നും ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു വാക്ക് നീ എന്നോട് പറഞ്ഞ പിന്നെ നീ ഇല്ല. അപ്പൊ നീ എന്നെ വെല്ലുവിളിക്കാനായി? ഇത് വെല്ലുവിളിയല്ല, എന്റെ തീരുമാനമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.